KGSNA എന്ന സംഘടനയുടെ ഭാരവാഹിയാണ് ഇവിടെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ. എത്ര ഭീകരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നതെന്ന വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുക? മനുഷ്യന്മാർക്ക് പെരുമാറാൻ കഴിയുന്ന രീതിയിലല്ല, സാഡിസ്റ്റുകൾക്ക് പെരുമാറാൻ കഴിയുന്ന രീതിയിൽ മാത്രമാണ് അങ്ങേയറ്റം ആക്രാമകമായി ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് കോമ്പസ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ട് കുത്തിക്കയറ്റുകയാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ആകാൻ പറ്റുക എന്ന് നിങ്ങൾ ആലോചിക്കുന്നു? തീർച്ചയായും ഏറെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനസാക്ഷിയുള്ള ഒരാൾക്കും തന്നെ ഇതിന് ആ ദൃശ്യങ്ങൾ കാണാനോ നമുക്കത് അതിനെ വിലയിരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ. അത്രയധികം ക്രൂരമായിട്ടുള്ള ഒരു പരിപാടി, ഒരു ക്രൈമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തെ ഞങ്ങളും അംഗീകരിക്കുന്നു. പ്രത്യേകിച്ചും അത് ഈ നഴ്സിംഗ് മേഖലയിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യം. കാരണം നഴ്സുമാർ എന്ന് പറഞ്ഞാൽ ഈ രോഗവുമായി വരുന്ന, ഇതുപോലെ ഔഷധയുമായി വരുന്ന ആളുകളെ, മുറിവുമായി വരുന്ന ആളുകളെ പരിചരിക്കാനും അവരെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാനും പരിശീലനം ലഭിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് വലിയ മാലാഖമാരെന്നൊക്കെ പറഞ്ഞ് ആളുകൾ പുകഴ്ത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകുന്നത്, സമൂഹം അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ളൊരു പരിശീലനം ലഭിക്കുന്ന ആളുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരാളും പ്രതീക്ഷിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാണേണ്ട ഒരു കാര്യം ഒരു വിദ്യാർത്ഥിക്ക് മാത്രം സംഭവിച്ചതല്ല. അവിടുത്തെ ജൂനിയർ ബാച്ചിലെ കുട്ടികൾ 5 കുട്ടികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അവരും കഴിഞ്ഞ 4 മാസമായി നേരിട്ടുകൊണ്ടിരുന്നത് ഇതാണ്. പണം വാങ്ങുന്നു, പണം 800 രൂപ ഒരാഴ്ച കൊടുക്കണം, ഏറ്റവും ഒടുവിൽ 2000 രൂപ ചോദിക്കുന്നു. സീനിയേഴ്സിന് മദ്യം വാങ്ങാനുള്ള പണം കൊടുക്കണം, പണം കിട്ടുന്നത് കുറഞ്ഞാൽ അതിക്രൂരമായ പീഡനങ്ങളിലേക്ക് നീങ്ങും. ഇതൊക്കെ കേരളത്തിലാണോ നടക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. തീർച്ചയായും അത് യഥാർത്ഥത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 4 മാസമായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. യാതൊരു തരത്തിലുള്ള പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ അന്വേഷിക്കുമ്പോൾ നവംബർ അവസാനം നമ്മുടെ ഈ സംഘടനയുടെ ഒരു യോഗം അവിടെ വിളിച്ചു ചേർത്തിരുന്നു. ഈ പുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും അതിൽ പങ്കെടുത്തതാണ്. അവിടെ നമ്മുടെ KGNAയുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളും പങ്കെടുത്തിരുന്നു. അവരൊക്കെ ചോദിച്ചപ്പോൾ ഇത് എല്ലാം യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളില്ല. പുതിയ കുട്ടികളോട് പ്രത്യേകിച്ച് ചോദിച്ചു. അതെ തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻറ് വിങ്ങിൻ്റെ നേതാവ് എന്ന് പറഞ്ഞെടുക്കുന്ന 3 വർഷത്തെ കോഴ്സാണ് ഇതുള്ളത്. സ്വാഭാവികമായിട്ടും ഒന്ന് ഫസ്റ്റ് ഇയർ വരുന്ന വിദ്യാർത്ഥികളായിരിക്കും, അവരെ നമുക്ക് ഇതിൻ്റെ ഭാരവാഹികളാക്കാൻ കഴിയില്ല. സെക്കൻഡ് ഇയർ വരുന്ന വിദ്യാർത്ഥികൾ കുറച്ച് പേര് ഭാരവാഹികൾ താഴെ തലങ്ങളിലാവും. തേർഡ് ഇയറിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംസ്ഥാനതല ഭാരവാഹികളായിട്ട് മാറുന്നത്. 44 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ളൊരു സംഘടനയാണ്. ഈ കാലത്തിനിടയ്ക്ക് ഇന്ന് വരെ ഇതുപോലത്തെ ഒരു ഇഷ്യൂ നമുക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, KGSNAയുടെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 100% വിദ്യാർത്ഥികളും വേറെ ഈ 18 സർക്കാർ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. ഇവിടെ ഈ 18 സ്ഥാപനങ്ങളിലായി 1500ഓളം വിദ്യാർത്ഥികളാണുള്ളത്. ബഹുഭൂരിപക്ഷം പെൺകുട്ടികളാണ്. ഈ കുട്ടികളെല്ലാവരും 100% പേരും ഈ സംഘടനയിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പരാതികളും പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ആളുകളെ ഇതിൻ്റെ ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ചുരുങ്ങിയ നാളത്തെ പരിചയം മാത്രമേ സ്വാഭാവികമായിട്ടും ഉണ്ടാകുകയുള്ളൂ. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ മറ്റു കാര്യങ്ങളോ 17ഉം 18ഉം ഒക്കെ വയസ്സായ കുട്ടികളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നും സ്കൂള് കഴിഞ്ഞ് നമുക്ക് ഏൽപ്പിക്കാം. നമ്മൾ സംഘടനാപരമായിട്ട് ഈ വിവരം അറിഞ്ഞ നിമിഷത്തിൽ തന്നെ അവരെ നടപടിയെടുക്കുകയും സംഘടനയുടെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ പുറത്താക്കുകയും ചെയ്യും.